ശ്രീ അനീഷ്, ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞു. ഇനി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ശബരിമല വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്, അങ്ങനെ പാടില്ല എന്ന്. പക്ഷേ അത് ആരംഭിക്കും എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, ഇനി 6-7 മാസങ്ങളേ ഉള്ളൂ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാവാൻ. ശബരിമല കേന്ദ്രീകരിച്ച് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ? ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ശരിക്കും അതൊരു ആഗോള അഴിമതി സംഗമമാണ് അവിടെ നടന്നത്. നമ്മൾ 9.5 വർഷ കാലഘട്ടം കേരള സംസ്ഥാനം ഭരിച്ച പിണറായി വിജയൻ 9.5 വർഷ കാലഘട്ടം ശബരിമലയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയിലും ഭൗതിക വികസന കാര്യങ്ങളിലും എന്തെങ്കിലും ആവശ്യകതയുണ്ട് എന്ന് തിരിച്ചറിയാതെ, അല്ലെ ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോയൊരു സർക്കാരിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതേപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പും പടിവാതിക്കലെത്തിയപ്പോൾ തോന്നിയ ഭൂതോദയമാണ് ഇന്നലത്തെ സംഗമം എന്ന് പറയുന്നത്. അവിടെ ഹെലികോപ്റ്റർ പോയിട്ട് നേരാമണ്ണം ട്രാക്ടർ കയറിപ്പോകാനുള്ള ക്രമീകരണം പോലും ചെയ്യാൻ ഈ സർക്കാരിന് സാധിക്കുകയില്ല. കാരണം ഒരു ഘട്ടത്തിലും പിണറായി വിജയൻ്റെ സർക്കാർ ശബരിമലയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കണമെന്നോ ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ ക്രമീകരിക്കണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പം ഇവിടെ ഈ ശബരിമലയുടെ ചരിത്രം നമ്മളിങ്ങോട്ട് വരുന്ന വഴികളിലൊക്കെ ഓരോരോ കാലഘട്ടങ്ങളിലും ശബരിമലയ്ക്ക് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭൗതികമായ മാറ്റങ്ങളും ആധ്യാത്മികമായ വിശ്വാസങ്ങൾ കൂടുതൽ ബലപ്പെട്ട കാലഘട്ടങ്ങളും അങ്ങനെ ഓരോന്നാണ്. പക്ഷേ പിണറായി വിജയൻ്റെ 9.5 വർഷ കാലഘട്ടമാണ് ശബരിമലയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് പറയുന്നു. അവിടെ ഇന്നലെ കപട ഭക്തൻ്റെ മുഖംമൂടി അണിഞ്ഞ മുഖ്യമന്ത്രിയെയും സംഘാംഗങ്ങളെയുമാണ് നമ്മൾ കണ്ടത്. അവർ ശരിക്കും കപട ഭക്ത സംഗമം സംഘടിപ്പിക്കേണ്ടത് ആ ബിന്ദു അമ്മിണിയെയോ കനകദുർഗയൊക്കെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കേണ്ട ഒരു വേദിയാണ് ഇന്നലെ നടത്തപ്പെട്ടത്. അവിടെ ഒരു നിലയിലും ഇക്കാലഘട്ടത്തിൽ വികസനമില്ല. നമ്മളെ ശബരിമലയുടെ 9 വർഷ കാലഘട്ടത്തെ എന്താ ചെയ്തത്? ആചാരങ്ങൾ തകർക്കാൻ നടത്തിയ ആസൂത്രിതമായ ശ്രമമായിരുന്നു. അതായത് UDF സർക്കാരിൻ്റെ അധിക സത്യവാങ്മൂലത്തെ മാറ്റിവെക്കണമെന്ന് കോടതിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് നിർബന്ധപൂർവമായ നിലപാട് സ്വീകരിച്ച് ഈ വിധി വന്നതിന് ശേഷം നമുക്കറിയാം ഒക്ടോബർ മാസത്തിൽ അവിടെ യുവതികൾ പ്രവേശിക്കാൻ ശ്രമിച്ച് ഭക്തജനങ്ങൾ തടഞ്ഞ വിഷയമൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് ജനുവരി 2-ന് പിന്നീട് പ്രവേശനം നടക്കുന്നത്. അപ്പോൾ അവിടെ വിവാദങ്ങളുടെ ആ കാലഘട്ടം നമുക്കറിയാം. ഈ ദേവസ്വം ബോർഡ്, നിലവിലത്തെ ദേവസ്വം ബോർഡ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച, ശരണം വിളിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹം ശബരിമലയുടെ പ്രസിഡന്റായ ആദ്യത്തെ തീർത്ഥാടന കാലമാണ് നെയ്ത്തേങ്ങ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് കുറേ ആളുകൾക്ക് പന്തളം കൊട്ടാരത്തിൽ കൊണ്ട് സമർപ്പിച്ചിട്ടുമൊക്കെ തിരികെ പോരേണ്ടി വന്ന, ദർശന ഭാഗ്യം ലഭിക്കാതെ പോയ, ഒരു ജന്മപുണ്യമായോ തങ്ങളുടെ വിശ്വാസങ്ങൾ അധിഷ്ഠിതമായ ആചാരക്രമത്തോടുകൂടി അവിടേക്ക് ചെന്ന ഭക്തർക്ക് 18 മണിക്കൂർ, 20 മണിക്കൂർ, 22 മണിക്കൂർ ക്യൂവിൽ നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായതും അടക്കം. അപ്പോൾ ഒരു ഗവൺമെൻറ് 10ാം വർഷത്തിലേക്ക് അടക്കുമ്പോൾ അവിടെ വികസനം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതും, വികസനത്തിൻ്റെ ചർച്ചയുടെ വേദിയെക്കുറിച്ച് അതിനെയും സമ്മേളനത്തിൻ്റെ പിണറായി വിജയൻ്റെ പ്രസംഗത്തിന് ശേഷം നടന്ന ചർച്ചകളുടെ വേദിയിൽ നാമമാത്രമായ ആളുകളെ കൊണ്ടുവന്നാണ് അവിടെ ചർച്ച നടന്നത്. കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ, ഉദ്യോഗസ്ഥർ, അതേപോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മുഴുവൻ പേരെയും കൊണ്ട് നിറച്ചിട്ടും നിറയാത്ത പന്തലുമായിട്ട് ആ സംഗമം അവിടെ നടത്തപ്പെട്ടു. അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ നാടകം മാത്രമാണ്. ഒരു വികസന പ്രവർത്തനങ്ങളും ശബരിമലയിൽ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പണം സർക്കാരിന് മറ്റു വഴികളിലെ പണങ്ങളെല്ലാം കണ്ടെത്തി തീർത്തു. പാർട്ടി സമ്മേളനത്തിൽ ഇനി എവിടെയെങ്കിലും നമുക്ക് നികുതി വർദ്ധിപ്പിക്കണമെങ്കിൽ അതുകൂടി ആലോചിക്കണമെന്ന് പ്രമേയം വരുത്തിയ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞവരാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലക്ഷ്യം മാത്രമാണ്, അത്തരം ലക്ഷ്യം മാത്രമാണ്. വികസന പദ്ധതികൾ അവിടെ ഒന്നും നടത്താൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കുകയില്ല, ലക്ഷ്യവുമില്ല.